ഈ റെക്കോർഡുകൾ ഇനി മോഹൻലാലിന് മാത്രം സ്വന്തം. മലയാളത്തിൽ മറ്റൊരു നടനുമില്ല. ബോക്സ് ഓഫീസിലെ മോഹൻലാൽ മാജിക് തുടരുകയാണ്. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. ചെരിഞ്ഞ തോളുമായുള്ള നടത്തം. എന്നാൽ ആ തോളിലേറ്റിക്കൊണ്ടു പോകുന്നതോ മലയാള സിനിമയും ജനങ്ങളുടെ സ്നേഹവുമാണ്. സത്യത്തിൽ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ്. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരുടെയും സ്വന്തം ലാലേട്ടൻ. കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന, വിരൽത്തുമ്പുകൾ കൊണ്ടുപോലും അഭിനയിക്കുന്ന വിസ്മയമാണ് മലയാളികളുടെ മോഹൻലാൽ. ആദ്യ ചിത്രം മുതൽ തന്നെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ ഇഷ്ടതാരമാണ് ലാലേട്ടൻ. ഓരോ സിനിമ കഴിയും തോറും അടങ്ങാത്ത ആവേശമായിരുന്നു ആരാധകർക്ക് ലാലേട്ടനോട്. എത്രയൊക്കെ വിമർശിച്ചാലും രഹസ്യമായെങ്കിലും ആ മാസ് ആക്ഷൻ പടങ്ങളൊക്കെ ആസ്വദിക്കാത്തവർ ഇന്നുമില്ല. മോഹൻലാലിന്റെ ഒരു സിനിമ തിയേറ്ററിൽ ഓടുന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന പണത്തിന് കാഴ്ചക്കാർക്ക് നഷ്ടമുണ്ടാകില്ല എന്ന കോൺഫിഡൻസ് തന്നെയാണ് ആരാധകർക്കും സിനിമാ പ്രേമികൾക്കുമുള്ളത്. എന്നാൽ ഇടയ്ക്ക് വെച്ച് എപ്പോഴോ ആ ട്രാക്കിൽ നിന്നും ലാലേട്ടൻ മാറിപ്പോകുന്നത് മലയാളികൾ കണ്ടു. അപ്പോൾ തന്നെ മലയാളികളുടെ നെഞ്ചിൽ ആ വിഷമമുണ്ടായിരുന്നു. മോഹൻലാലിന് ഇതെന്തുപറ്റിയെന്ന ചോദ്യവും. പഴയ ലാലേട്ടനെ തിരികെ വേണമെന്ന് ആരാധകർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. എന്നാൽ മോഹൻലാലിൻ്റെതായി ഒടുവിൽ തിയേറ്ററിലിറങ്ങിയ 2 ചിത്രങ്ങളും അവയ്ക്കെല്ലാം ഉത്തരമായിരുന്നു. ഒരു ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം കഥാപാത്രത്തെ മിനുക്കിയെടുക്കാൻ കഴിയുന്ന ലാലേട്ടന്റെ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയായിരുന്നു 2025-ലൂടെ. എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങൾ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ മാത്രമല്ല ബോക്സ് ഓഫീസിലും കൊടുങ്കാറ്റായി മാറി. ഏപ്രിലിൽ തിയേറ്ററിലെത്തിയ തരുൺമൂർത്തി ചിത്രം തുടരും മികച്ച പ്രതികരണമാണ് നേടുന്നത്. അതോടൊപ്പം തന്നെ എല്ലാവരും ആഗ്രഹിച്ച ആ പഴയ ലാലേട്ടനെ കൂടി സ്ക്രീനിൽ കണ്ടു. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് തുടരും 200 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിൽ കേരളത്തിൽ നിന്ന് മാത്രം സിനിമ 103 കോടിയാണ് സ്വന്തമാക്കിയത്. ഇതോടെ കേരളത്തിൽ നിന്ന് ഒരു സിനിമ ആദ്യമായി 100 കോടി കടന്നെന്ന റെക്കോർഡും മോഹൻലാൽ സ്വന്തം പേരിലാക്കി. ഒപ്പം 2018 പിന്നിലാക്കി. ഈ വർഷം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 200 കോടി കടന്ന 5 സിനിമകളിൽ 2 എണ്ണവും മോഹൻലാലിന്റെ പേരിൽ തന്നെയാണ്. നിലവിൽ 2ഉം 5ഉം സ്ഥാനങ്ങളിലാണ് മോഹൻലാൽ സിനിമകളുള്ളത്. വിക്കി കൗശൽ നായകനായി എത്തിയ ചാവയാണ് കളക്ഷനിൽ 1ാമത് നിൽക്കുന്നത്. എമ്പുരാൻ 2ാം സ്ഥാനത്തും തുടരും 5ാം സ്ഥാനത്തുമാണുള്ളത്. അതേസമയം ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റ് വിൽപ്പനയിൽ മോഹൻലാൽ കുതിച്ചു കയറുകയാണ്. 17 ദിവസം തുടർച്ചയായി 100Kയിൽ അധികം ടിക്കറ്റുകളാണ് തുടരും ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന സത്യനന്ദിക്കാട് ചിത്രമായ ഹൃദയപൂർവ്വം മികച്ച പ്രതികരണം നേടി മുന്നേറിയാൽ ഹാട്രിക് 100 കോടിയാകും മോഹൻലാലിന്റെ പേരിലേക്ക് ഇനി വരാൻ പോകുന്നത്. എക്കാലത്തും മലയാളികൾക്ക് ഓർത്തിരിക്കാവുന്ന സിനിമകൾ സമ്മാനിച്ച ഈ കൂട്ടുകെട്ട് മലയാള സിനിമയ്ക്ക് മറ്റൊരു വിജയം തന്നെ സമ്മാനിക്കുമെന്നാണ് സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.